ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു ട്രെയിലർ റിവ്യൂയിലേക്ക് സാധനം. അപ്പോൾ നമ്മൾ പറയാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ചിയാൻ വിക്രമിൻ്റെ തങ്കലാൻ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തത് 5 മണിക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ തങ്കലാൻ ഒരുപാട് പ്രതീക്ഷകൾ ചിത്രം തന്നെയാണ്. ഞാൻ പറയാതെ തന്നെ ഓരോ വ്യക്തികൾക്ക് അറിയാം. കാരണം അതിൻ്റെ ഡയറക്ടർ അതിന് മേക്കിങ്ങിലുള്ള ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. മേറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ പോലും അത്രയേറെ ക്വാളിറ്റി വൈസ് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് തങ്കാലം ഉള്ളത്. ഏറ്റവും വലിയ പ്രത്യേക ചിയാൻ എന്ന് പറയുന്ന വിക്രമിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ചൊരു പ്രകടനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ തന്നെ ചിത്രത്തിൽ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം ഓരോ പോസ്റ്റേഴ്സ് ആണെങ്കിലും ടീസർ ആണെങ്കിലും ഓരോ അപ്ഡേറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് കാത്തിരുന്നുണ്ടായിരുന്നു. കാരണം പലതവണ റിലീസ് ഡേറ്റ് മാറ്റിയിരുന്നു. ധ്രുവ നക്ഷത്രം പോലെ ആവുമെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ തങ്കല റിലീസ് ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് DVD അവസാനം എന്ന റിലീസിന് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ തങ്ങളുടെ ട്രെയിലർ ഏകദേശം 2.5 മിനിറ്റിനടുത്താണ് ട്രെയിലർ വരാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ട്രെയിലർ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ടീസർ എത്രത്തോളം കാണുന്ന പ്രേക്ഷകർക്ക് ഒരു തീയാണെങ്കിൽ ഈ ട്രെയിലർ കണ്ടപ്പോൾ ഒരു കാട്ടുതീനെ ആളിപ്പെടുന്ന അവസ്ഥ തന്നെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം അത്രയേറെ ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ തങ്കലാനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഒരു 2.5 മിനിറ്റിൽ വരുന്ന ആ ട്രെയിലർ ആകാംക്ഷ നിർത്തുന്ന ഓരോ സീൻസും ഡയലോഗൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രതീക്ഷകളിൽ നമ്മളെ ഞെട്ടിച്ചെന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. കാരണം മുന്നേ തന്നെ ഞാനൊരു വീഡിയോയിൽ ചെയ്യാനധികം ഡയലോഗുകളില്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് മാറ്റിമറിച്ചുകൊണ്ട് ട്രെയിലറിനെ ഡയലോഗ് പറയുന്നുണ്ട്. കാരണം അത് തന്നെ വീണ്ടും ഞെട്ടിച്ചാണ്. കാരണം തീർച്ചയായിട്ടും ഞാൻ ഞെട്ടി. കാരണം ഡയലോഗ് ഒന്നും ഇല്ലെന്ന് അപ്ഡേറ്റിൽ നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ ഡയലോഗ് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷം ഇരട്ടിച്ചൊരു അവസ്ഥ തന്നെയായിരുന്നു സമ്മാനിച്ചത്. അത് തുടക്കം തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു പഴയൊരു നാട്ടുകൂട്ടമൊക്കെ കാണിക്കുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരൊന്ന് സംസാരിക്കുന്നു ഈ സ്വർണ്ണമായി ബന്ധപ്പെട്ടിട്ട്. ഇതിൻ്റെ സ്റ്റോറിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് അതായത് നമ്മുടെ KGF എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പോലത്തെ ഒരു എഫക്റ്റാണ്. അത് KGF കാലഘട്ടം തൊട്ട് മുമ്പ് എങ്ങനെയാണ് സ്വർണം കണ്ടെത്തിയത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ തങ്കലാൻ എന്ന് പറയുന്ന ആ നാട്ടിലെ ഒരു സ്ഥലമാണത്. അപ്പോൾ ആ സ്ഥലമായി ബന്ധപ്പെട്ടൊരു സ്ഥലത്ത് സ്വർണം കുഴിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏരിയ ആയിട്ട്. അപ്പോൾ ആ തങ്കത്തിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം തന്നെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് കാരണം ഒരുപാട് മനുഷ്യന്മാരെ കൊല ചെയ്യപ്പെടുന്നു. അതൊക്കെ നമുക്ക് ആ ട്രെയിലറിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഒരു പാർക്കിനുള്ളിലേക്ക് എടുത്തിരുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. അതിനെതിരെ പോരാടാൻ വേണ്ടി ചെയ്യാനും കുറച്ച് കൂട്ടുകാരും അല്ല ഒരു സംഘം കുറച്ച് പേരൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ബാക്കി ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും ഈ സ്വർണ്ണമായി ബന്ധപ്പെട്ടുള്ള അതുകൊണ്ടാണ് തങ്കലാൻ എന്ന പേരിന് ഒരു നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ സ്റ്റോറിയായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് പഴയൊരു നാട്ടുകൂട്ടം അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യം അവിടുത്തെ ജനങ്ങളെ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനൊരു സ്ഥലത്ത് സ്വർണ്ണമുണ്ടെന്ന് അല്ലെങ്കിൽ അവരറിയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. പിന്നീടാണ് അത് തിരിച്ചറിയുന്നു ഇങ്ങനെയാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം അല്ലെങ്കിൽ തന്നെ ചതിക്കുക എന്ന് അറിയുന്നു. പിന്നീട് പോരാടാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതായിരിക്കും ഒരു പക്ഷേ കഥ. ഏകദേശം ട്രെയിലർ കണ്ടപ്പോൾ അത് വ്യക്തമാണ്. അതുപോലെ തന്നെ ഇത് തുടക്കം തന്നെ ചിക്കാനെ കുറച്ച് അടിപെട്ടിട്ട് പറയുന്നുണ്ട്. ആദ്യം തന്നെ നീ ആ പെണ്ണെന്ന ചിന്ത മനസ്സിൽ നിന്ന് മാറ്റിക്കളയാൻ പറയുന്നുണ്ട്. അതിനർത്ഥം എന്തൊക്കെ ഒരു പെണ്ണിൻ്റെ ഒരു ചതിൽ പെട്ടിട്ട് ആ വ്യക്തി നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ വ്യക്തി എന്ന് പറയുന്നത് ആരതി എന്ന് പറയുന്ന കഥാപാത്രമായി കാണിക്കുന്നുണ്ട്. മാളവിക മേനോനായിരിക്കാം ഒരു പക്ഷേ ആ കഥാപാത്രമായി കാണിക്കുന്നുണ്ടാവുക. അവരെന്തോ വേറൊരു കഥാപാത്രമാണ്. കാരണം മുടിയൊക്കെ പറ്റിയൊരു കാറ്റ് പറയുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അത് ഒരു ആണല്ല ഒരു സ്ത്രീ ആണെന്ന് പറയുന്നുണ്ട്. ചിയാനിതിൽ തന്നെ പറയുന്നുണ്ട്. ആരതി എന്നാണ് പറയുന്നത്. ഒരു മായാചാരക്കാരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് നമ്മുടെ മാളവികയ്ക്ക് കുറച്ചും കൂടി ഇമ്പാക്റ്റ് കൊടുക്കുന്ന റോള് തന്നെ കൊടുത്തിട്ടുള്ളതെന്ന് വ്യക്തം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പാർവതി തിരുവോത്തിനും കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഇടയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ നിന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു പക്ഷേ ചിയാൻ്റെ ഇടപഴകുന്ന ഒരു കഥാപാത്രമായിട്ടായിരിക്കാം പാർവതിയിൽ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ആ സ്ഥലത്തേക്ക് അധികമാരും പോകാനെന്ന് പറഞ്ഞിട്ട് ഒരു പാമ്പ് വന്ന് കഴുത്തിലേക്ക് ഇറക്കി പിടിക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരെ. അത് കഴിഞ്ഞ് ചെയ്യാനും പറയുന്നുണ്ട്. ഇതിനെതിരെ ആരാണ് പോരാടം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോരാടും അല്ലെങ്കിൽ ഞാൻ സംരക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഒരു നായയോ എന്തോ ഒരു കരടിയോ പോലത്തെ സംഭവത്തിനായിട്ട് മത്സരിക്കുന്ന ഭാഗം ഇതിന് അവസാന ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തിയേറ്ററിൽ വളരെ ഓളം സൃഷ്ടിക്കുന്ന കാര്യം തന്നെയായിരിക്കും. അതായത് ഒരു സ്ലോ ബേസ്ഡ് അല്ലെങ്കിൽ ഐതിഹ്യ കഥയല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈസ് അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർ കണ്ടു ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പഴയൊരു കാലഘട്ടമാണെങ്കിൽ പോലും അത്യാവശ്യം ഇംപ്രസീവ് നൽകുന്ന കാര്യങ്ങളൊക്കെ ചിത്രത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട അവസാനം തങ്കലാനെ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് ഇതിൻ്റെ ടൈറ്റിൽ എഴുതി കാണിച്ചിട്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈസ് തന്നെയായിരിക്കും. അതൊരു പക്ഷേ അതായിരിക്കാം ഇതിൻ്റെ ബാൻഡ് സ്കോറും BGM ഒക്കെ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിലും നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഇതിൻ്റെ മ്യൂസിക് GV പ്രകാശ് എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം മികച്ചൊരു എഫക്ട് തന്നെ കൊടുത്തിട്ടുണ്ടാകും. കാരണം അദ്ദേഹം മലയാള സിനിമയിൽ അല്ലെങ്കിൽ തമിഴ് സിനിമയിൽ തന്നെ ഒഴിച്ചുകൂടാവാത്തൊരു മ്യൂസിക്കായിട്ട് തന്നെ GV പ്രകാശ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തീർച്ചയായിട്ടും ചെയ്യാൻ്റെ ഒരു ഡെഡിക്കേഷൻ എടുത്ത് പറയണം. കാരണം ട്രെയിലറിലാണെങ്കിലും ടീസറിലൊക്കെ അത് മുന്നേ തന്നെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം അത്യാവശ്യം നല്ല സ്കെൽറ്റായി വരുന്ന കഥാപാത്രം കുറച്ച് ഏജ്ഡായിട്ട് വരുന്നുണ്ട്. മുടി അതുപോലെ പല്ല് അതുപോലെ ബോഡി ലാംഗ്വേജ് ടോട്ടലി മാറ്റം കൊടുത്തുള്ള കഥാപാത്രമായിട്ട് തന്നെ ചെയ്യാൻ ഇതിൽ വന്നിട്ടുള്ളൂ. കാരണം അത്യാവശ്യം കോസ്റ്റ്യൂമാണെങ്കിൽ പോലും മൊത്തം കരുത്ത് ഇരുമ്പിയിട്ടുള്ള
ഒരു അവസ്ഥയിലൂടെയാണ് ഈ ചിത്രത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. കാരണം പഴയൊരു കാലഘട്ടത്തിലെ കൊണ്ടുവേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ മനുഷ്യനെ കാണുമ്പോൾ ഞെട്ടിക്കും. കാരണം ഒരു നാഷണൽ അവാർഡോ അല്ലെങ്കിൽ അതിന് മികച്ച ഒരുപാട് അഭിപ്രായങ്ങൾ നേടാൻ തങ്കലാൻ എന്ന് പറയുന്ന സിനിമയ്ക്കും ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും ട്രെയിലർ നിങ്ങൾ എന്താണ് കണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ പോലെ റിലീസ് ഡേറ്റ് എന്നാന്ന് നോക്കി കഴിഞ്ഞാൽ ഓഗസ്റ്റ് 15 നമ്മുടെ തങ്കലാൻ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനത് ഇതിൻ്റെ ഫസ്റ്റ് ഷോ ലോഗിലാണ്. നിങ്ങളോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ പോലെ ട്രെയിലിനെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചും വീണ്ടും മറ്റൊരു ചിത്രത്തിൻ്റെ ട്രെയിലറും റിയാക്ഷനായിട്ട് വരുന്നവരും കാത്തിരിക്കാതിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.